Hi all, welcome to Wings to Win Education. കേരള പി എസ് സിയുടെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിലെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണപരമായിട്ട് ഒരു ഏകീകരണമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപവും പണ്ട് കാലങ്ങളിൽ ഇല്ലായിരുന്നു. നമ്മുടെ ഭരണം അല്ല, ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു കേരളത്തില്. മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അതേസമയം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ ബ്രിട്ടീഷുകാർ റെസിഡന്റുമാരെ വെച്ചിട്ടാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഭരണവും. മലബാറിലാണെങ്കിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ തന്നെ ഭരണം നടത്തുന്ന ഒരു സ്ഥിതിയുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിൽ നേരിട്ടാണ് ഭരണം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ മലബാറിലെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലബാറിലെ സമരങ്ങള് വളരെ കൂടുതലായിരുന്നു. രാഷ്ട്രീയ സമരങ്ങള് കൂടുതലായിരുന്നു. രാഷ്ട്രീയ സമരങ്ങളുടെ തീവ്രത കൊച്ചിയെയും തിരുവിതാംകൂറിനെയും വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നു, കുറച്ച് അധികമായിരുന്നു. കേരളത്തിലെ കലാപം നോക്കുമ്പോൾ മലബാറിലായിരുന്നു കലാപങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം എന്തു തന്നെയാണ്? യെസ്, മലബാറിലായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്നത്. മറ്റു നാട്ടുരാജ്യങ്ങളായ കൊച്ചിയിലും തിരുവിതാംകൂറിലുമൊക്കെ റെസിഡന്റുമാർ മുഖേനയായിരുന്നു അവര് ഭരണം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ എത്തുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളും നേരിട്ട് അവർക്കെതിരെ തിരികുകയും മലബാർ കല ഒരു കലാപങ്ങളുടെ ഒരു കലവറയായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെടാൻ തുടങ്ങിയത് മുതൽ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിന്റെ പുതിയ യുഗത്തിന് തുടക്കമാവാണ് ചെയ്യുന്നത്. കാരണം ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെടുന്നു, അതിനെതിരെ പോരാടാനായിട്ട് ഇന്ത്യക്കാരും തുടങ്ങുന്നു. അങ്ങനെ ഒരു പുതുയുഗത്തിന് തിരികൊളുത്തുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ദെൻ അഞ്ചുതെങ്ങ് കലാപത്തിൽ തുടങ്ങി ആറ്റിങ്ങൽ കലാപം ഉണ്ടാവുന്നു. ദെൻ അതിലേക്ക് നമ്മുടെ പഴശ്ശിയും വേലുത്തമ്പിയും ഒക്കെ വരുന്ന ഒരു ഘട്ടം വരെ എത്തിച്ചേരുന്നു. ദെൻ നാട്ടുമുഖ്യന്മാര്, ജനങ്ങള് ഒക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നാട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ദേശത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരോടായിട്ട് ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കലാപങ്ങള് നമ്മുടെ കേരള മണ്ണില് ഒരുപാട് കലാപങ്ങൾക്ക് കേരള മണ്ണ് സാക്ഷിയായിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾക്ക് മലബാറിൽ പഴശ്ശിരാജ, കുറിച്യര്, മാപ്പിള കർഷകർ ഇവരൊക്കെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇപ്പൊ തിരുവിതാംകൂറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നമ്മളുടെ നേതാക്കൾ എന്ന് പറയുന്നത്. മലബാറിലാണെന്നോ കലാപം ശക്തമായിരുന്നത് മലബാറിൽ നമ്മുടെ പഴശ്ശിരാജയും കുറിച്യറും മാപ്പിള കർഷകരൊക്കെ ചേർന്നിട്ട് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയി. തിരുവിതാംകൂറിലെ പ്രധാനി എന്ന് പറയുന്നത് വേലുത്തമ്പി ദളവയായിരുന്നു. കൊച്ചിയിലെ പ്രധാനി പാലിയത്തച്ഛനായിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് കേരളം എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ പോരാടാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, കേരളത്തിലെ ആദ്യം നടന്ന കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ? 1697 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അപ്പൊ ഈ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 നവംബറിലാണ്. ബ്രിട്ടീഷുകാരും ആറ്റിങ്കൽ നിവാസികളും തമ്മിലുള്ള ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ സമരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രതിഷേധം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 1697 നവംബറിലാണ് അഞ്ചുതെങ്ങ് കലാപം നടത്തുന്നത്. അഞ്ചുതെങ്ങ് കലാപം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഓക്കെ, ദെൻ വയനാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാല എന്ന് പറയുന്നത് ഏതായിരുന്നു? അഞ്ചുതെങ്ങായിരുന്നു. ദെൻ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെ ഇന്നത്തെ തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കലാപത്തിന്റെ പ്രധാന കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം എന്തായിരുന്നു? യെസ്, കുരുമുളകിന്റെ കുത്തക, വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അവിടുത്തെ ജനങ്ങളിൽ നിന്നും
അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിള എന്ന് പറയുന്നത് കുരുമുളകായിരുന്നു. ഈ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അവിടുത്തെ ജനങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അവർ പറയുന്ന പോലെ ആയിരിക്കും വ്യാപാരം നടത്തേണ്ടത് എന്നുള്ള ഒരു നയം വരികയാണ്. അതിനെതിരെ അവിടുത്തെ നിവാസികൾ എന്ത് ചെയ്തു? ഒബ്വിയസ്ലി പോരാടുമല്ലോ. അങ്ങനെ പോരാടിയിട്ടുള്ള സമരമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അപ്പൊ അഞ്ചുതെങ്ങ് കലാപത്തിൽ എന്തൊക്കെ നോക്കണം? 1697 നവംബറിൽ നടന്നു. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധമാണ് അഞ്ചുതെങ്ങ് കലാപം. ദെൻ തിരുവനന്തപുരം ജില്ലയിലാണ്, ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. കുത്തക കുരുമുളകിന്റെ വ്യാപാര കുത്തകക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നടന്ന, അല്ലെങ്കിൽ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിന് എതിരെ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇനി 1695 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യപ്പെടാണ്? അഞ്ചുതെങ്ങിലൊരു കോട്ട നിർമ്മിച്ചു. 1695 ഈ ഒരു ആവശ്യാർത്ഥക്ക് അഞ്ചുതെങ്ങിൽ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ട്രേഡ് പരമായിട്ട്, തൊഴിൽപരമായിട്ടും ട്രേഡ് പരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങിൽ 1695 തന്നെ അവർ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പണിയാനുള്ള അനുമതി അവർക്ക് നൽകിയത് അന്നത്തെ ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയായിരുന്നു. അപ്പൊ 1695 അവർ ഓൾറെഡി ഒരു ഉമയമ്മ റാണിയുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ട നിർമ്മിച്ച് അവർ ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് അവിടുത്തെ കുരുമുളകിന്റെ കുത്തക അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ആറ്റിങ്ങൽ നിവാസികളിൽ നിന്നും ആ ഒരു കുരുമുളക് കുത്തക അവര് കൈക്കലാക്കുന്നു. അങ്ങനെ കൈക്കലാക്കിയപ്പോൾ ആറ്റിങ്ങൽ നിവാസികൾ അവരെ വെറുതെ വിടില്ല. അവരെന്ത് ചെയ്തു? അതിനെതിരെ പോരാടി. അങ്ങനെ പോരാട്ടം നടന്നത് 1697 നവംബറിലാണ്. ദിസ് ഇസ് വാട്ട് വി കോൾ അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ഏപ്രിൽ 15 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ് എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ സംഘടിത കലാപം എല്ലാവരും ചേർന്നൊരു സംഘടിച്ചുകൊണ്ട് ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ഇതൊരു ആസൂത്രിത കലാപമായിരുന്നു. ആസൂത്രണം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും സംഘടിച്ചിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സംഘടിത കലാപം, കേരള മണ്ണിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. നടന്ന വർഷം 1721 ഏപ്രിൽ 15 അന്നത്തെ വേണാടിന്റെ ഭരണാധികാരി ആരായിരുന്നു? യെസ്, ആദിത്യവർമ്മയായിരുന്നു അന്നത്തെ വേണാടിന്റെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ഇപ്പം ആ ഒരു കലാപത്തിൽ വെച്ച്, ആറ്റിങ്ങൽ കലാപത്തിൽ വെച്ച് എന്ത് ചെയ്യപ്പെട്ടു? ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും 150ഓളം ബ്രിട്ടീഷുകാരും എന്ത് ചെയ്തു? ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ ഈ കലാപത്തെ തുടർന്നാണ് പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി ഉടലെടുക്കുന്നത്. ഏതാണത്? വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതാണ് വർഷം? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ വേണാട് ഉടമ്പടിയിൽ ആരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു? അന്ന് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ട നമ്മുടെ പ്രസിദ്ധമായ വർമ്മയായിരുന്നു ആറ്റിങ്ങലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആറ്റിങ്ങലിന്റെ പ്രതിനിധിയായിട്ട് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ വീരമാർത്താണ്ഡവർമ്മയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഓക്കെ, അതാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം. പിന്നെ കേരളം സാക്ഷിയായിട്ടുള്ള പ്രധാന കലാപം എന്ന് പറയുന്നത് പഴശ്ശി കലാപങ്ങളാണ്, അല്ലെ? പഴശ്ശി യുദ്ധങ്ങള് 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടം വരെ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു പഴശ്ശി യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയില്
ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ യുദ്ധങ്ങളിൽ ഒന്നാണ് പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത്. പഴശ്ശി യുദ്ധം 2 ഘട്ടമായിട്ടാണ് നടന്നത്. പഴശ്ശി യുദ്ധം 2 ഘട്ടമായിട്ടാണ് നടന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1897 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1897 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ സമരം എന്ന് പറയുന്നത് പഴശ്ശി യുദ്ധങ്ങളാണ്. പഴശ്ശി യുദ്ധങ്ങൾ 2 ഘട്ടമായിട്ടാണ് നടന്നത്. ഒന്നാം പഴശ്ശി യുദ്ധം നടന്നത് 1793 മുതൽ 1897 വരെയാണ്. രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പം വിപ്ലവം നടത്തിയത് ആരായിരുന്നു? യെസ്, നമ്മുടെ പഴശ്ശിരാജ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? പൈച്ചി രാജ എന്നറിയപ്പെടുന്നുണ്ട്, അല്ല പൈച്ചി രാജ എന്നറിയപ്പെടുന്നുണ്ട്, കെട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നുണ്ട്, പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നുണ്ട്. ആരൊക്കെ? പുരളിശെമ്മൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്തൊക്കെയുള്ള പേരുകളിൽ ആരറിയപ്പെടുന്നുണ്ട്? നമ്മുടെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, പ്രധാനപ്പെട്ട പേര് കേരള സിംഹം എന്നും അറിയപ്പെടുന്നുണ്ട്. ആര്? പഴശ്ശിരാജ. അല്ല, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? യെസ്, അത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പഴശ്ശി യുദ്ധങ്ങള് 2 ഘട്ടങ്ങളായിട്ട് നടന്നു, അല്ല 1793 മുതൽ 1897 വരെയുള്ള ഒന്നാം പഴശ്ശി വിപ്ലവം. അത് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? യെസ്, ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് ഒരുപാട് നികുതി നയങ്ങൾ നടപ്പാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന യുദ്ധമാണ് ഒന്നാം പഴശ്ശി യുദ്ധം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന യുദ്ധമാണ് ഒന്നാം പഴശ്ശി യുദ്ധം. ഇതിന്റെ പ്രധാന കേന്ദ്രം, ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരിലെ പുരളിമലയാണ്. കണ്ണൂരിലെ പുരളിമലയിലായിരുന്നു പഴശ്ശി യുദ്ധങ്ങൾ, ഒന്നാം പഴശ്ശി യുദ്ധങ്ങൾ പ്രധാനമായും നടന്നത്. 1790കളിൽ അത് തലശ്ശേരി താലൂക്കിലായിരുന്നു. അപ്പം അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പുരളിമല എന്ന് പറയുന്നത് തലശ്ശേരി താലൂക്കിലായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് പുരളിമല എവിടെയാണ്? ഇരിട്ടി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക, പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. 1790കളിൽ, അതായത് ഒന്നാം പഴശ്ശി യുദ്ധം നടക്കുന്ന സമയത്ത് പുരളിമല തലശ്ശേരി താലൂക്കിലായിരുന്നു. എന്നാൽ ഇന്നത് ഇരിട്ടി താലൂക്കിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇരിട്ടി താലൂക്കിൽ. ഓക്കെ, 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിടിക്കാനുള്ള അവകാശം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയവും നികുതി പിരിവും ഒക്കെ എന്തായിരുന്നു? ഭയങ്കര കഠിനമായിരുന്നു, നിഷ്ഠൂരമായിരുന്നു. അപ്പൊ 1792 അവിടെ മലബാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. മലബാർ നേരിട്ട് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ ഇവിടെ നികുതി പിരിക്കാനുള്ള അവകാശം അവർ എന്ത് ചെയ്യപ്പെട്ടു? അവിടുത്തെ പ്രാദേശിക ഭരണാധികാരികൾക്ക് ആര് നൽകി? ബ്രിട്ടീഷുകാർ നൽകി. ഈ പ്രാദേശിക ഭരണാധികാരികള് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് അവർക്ക് വലിയൊരു തുക കൊടുക്കണം. ഈ പ്രാദേശിക ഭരണാധികാരികള് അവർക്കുള്ള ലാഭവും എടുത്തിട്ട് ഒരു വലിയൊരു നികുതിയായിരുന്നു ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചത്. ഈ വലിയ നികുതി ഭാരം താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ നികുതി നിർണയമായാലും നികുതി ഇവർ തീരുമാനിക്കുന്ന തുകയായാലും അതിന്റെ പിരിവ് അവരെന്ത് ചെയ്തു? ഒരു സാവകാശം കൊടുക്കാതെ ക്യാഷായി തന്നെ കളക്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര എക്സ്പ്ലോയിറ്റേറ്റീവായിട്ട് അവരെ പീഡിപ്പിക്കുന്ന രീതിയിൽ, ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള നികുതി സമ്പ്രദായമായിരുന്നു നടപ്പിലാക്കിയത്. ഈ നികുതി സമ്പ്രദായത്തിനെതിരെ നടന്ന യുദ്ധമാണ് ഒന്നാം പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം എന്ത് ചെയ്യാണ്? നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? പഴശ്ശിരാജയുടെ മാതുലനായ കുറുമ്പ്രനാട്ട് വീരവർമ്മക്ക് കൊടുത്തു. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം നമ്മുടെ ഈ ഒരു മലബാറില് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നൽകിയത് ആരായിരുന്നു? പഴശ്ശിയുടെ തന്നെ
മാമനായിട്ടുള്ള വീരവർമ്മക്കാണ് അത് കൊടുത്തത്. കുറുമ്പ്രനാട്ട് വീരവർമ്മക്കാണ് അത് നൽകിയത്. അപ്പൊ നായർ സമുദായാംഗങ്ങളും മാപ്പിളമാരും ഗോത്ര ജനതയും ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു? ഇവരൊക്കെ പഴശ്ശിയുടെ പട്ടാളമായിട്ട് മാറി, അല്ലെങ്കിൽ പഴശ്ശിയുടെ കൂട്ടത്തിൽ ചേരുകയും കമ്പനിക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഉയർന്നു വരികയും ചെയ്തു, അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടാനായിട്ട്, ശക്തമായി പോരാടാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ പഴശ്ശി മാത്രമല്ല, പഴശ്ശിക്ക് കൂട്ടായിട്ട് നായർ സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു, മാപ്പിളമാരുണ്ടായിരുന്നു, ഗോത്രവർഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ സംഘടിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് തുടങ്ങിയത്. തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി മൈസൂർ സൈന്യത്തിന്റെ സഹായവും ആര് തേടി? പഴശ്ശിയും സംഘവും തേടി. നമ്മുടെ മൈസൂരിലെ മൈസൂർ സുൽത്താന്റെ സഹായം കൂടെ ആര് തേടി? നമ്മുടെ പഴശ്ശിരാജ തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം എവിടെ നിന്ന് പിന്മാറി? വയനാട്ടിൽ നിന്ന് പിന്മാറി. അങ്ങനെ മൈസൂർ സൈന്യവും പഴശ്ശിയും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ആ ശക്തിയെ താങ്ങാനാവാണ്ട് അവരെന്ത് ചെയ്യപ്പെട്ടു? വയനാട്ടിൽ നിന്നും പിന്മാറി. 1797 അനുരഞ്ജനത്തിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം, ആദ്യ പഴശ്ശി വിപ്ലവം എന്ത് ചെയ്യും? അവസാനിക്കപ്പെട്ടു. അങ്ങനെ അവരൊരു കരാറിലെത്തി, അവരൊരു എഗ്രിമെന്റിലെത്തി. ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് 1797. ഈ ഒരു അനുരഞ്ജനത്തിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് അന്നത്തെ ചിറക്കൽ രാജാവായിരുന്നു. ചിറക്കൽ രാജാവിന്റെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിയുടെ സംഘവും തമ്മിൽ അനുരഞ്ജന ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് 1797 ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുകയും ചെയ്തത്. ഇങ്ങനെ ബ്രിട്ടീഷുകാര് പിന്നെ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ വീണ്ടും ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാര് ഒന്നാമത്തെ ആ ഒരു അനുരഞ്ജനത്തിന് ശേഷം എന്ത് ചെയ്തു? വയനാട്ടിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ അവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? വീണ്ടും വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. ആ സമയം എന്ന് പറയുന്നത് 4ാം മൈസൂർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ 4ാം മൈസൂർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടെയായിരുന്നു ഈ സമയം എന്ന് പറയുന്നത്. അതിന്റെയും കൂടെ അനന്തര ഫലമായിട്ടാണ് എന്ത് നടന്നത്? രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത്. നമ്മുടെ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ശങ്കരൻ നമ്പ്യാർ, അദ്ദേഹത്തിന്റെ സർവ്വ സൈന്യാധിപനായിട്ടുള്ള കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ എന്നിവരാണ് പഴശ്ശി സൈന്യത്തെ നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. തലക്കൽ ചന്തു എന്ന് പറയുന്ന കുറിച്യ നേതാവും കൂടെ ആരുടെ സഹായത്തിനെത്തിയിട്ടുണ്ടായിരുന്നു? പഴശ്ശിയുടെ സഹായത്തിനെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴശ്ശിയുടെ സഹായികളായിട്ടുള്ള, അല്ലെങ്കിൽ സൈന്യത്തിൽപ്പെട്ടിട്ടുള്ള എടച്ചേന കുങ്കനും തലക്കൽ ചന്തവും ചേർന്ന് 1802 എന്ത് ചെയ്യപ്പെട്ടു? പനമരം കോട്ട ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്തു. ചോദ്യം വരാം. എടച്ചേന കുങ്കനും തലക്കൽ ചന്തവും ചേർന്ന് 1802 ബ്രിട്ടീഷുകാരിൽ നിന്നും എന്ത് പിടിച്ചെടുത്തു? പനമരം കോട്ട പിടിച്ചെടുത്തു. ഇങ്ങനെ രണ്ടാം വിപ്ലവത്തിന്റെ യുദ്ധമുറയാണ് ഗൊറില്ല യുദ്ധം, അല്ലെങ്കിൽ ഒളിപ്പോര് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പേര് എന്നുള്ളൊക്കെ അത്തരം മാർഗങ്ങളാണ് രണ്ടാം പഴശ്ശി യുദ്ധത്തില് ആര് സ്വീകരിച്ചു പോകുന്നത്? പഴശ്ശിയും കൂട്ടരും സ്വീകരിച്ചു പോന്നിരുന്നത്. ഗൊറില്ല യുദ്ധം എന്നും ഒളിപ്പോരെന്നൊക്കെ അതിന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറിച്യരുടെയും കുറുമ്പരുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് വയനാടൻ കുന്നുകളിൽ വെച്ചിട്ട് പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയത്. വയനാടൻ കുന്നുകളിലാണ് ഗൊറില്ല യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. പഴശ്ശിക്ക് അത്തരം ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ ഗൊറില്ല മാർഗം സ്വീകരിക്കാനുള്ള പ്രധാന സഹായികൾ എന്ന് പറയുന്നത് കുറിച്യരും കുറുമ്പരൊക്കെയായിരുന്നു. അവർ ഗോത്രവർഗക്കാരായിരുന്നു. അക്കാലത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലിയും തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറും ആയിരുന്നു കേട്ടോ. പഴശ്ശി യുദ്ധം നടക്കുമ്പോൾ, രണ്ടാം പഴശ്ശി യുദ്ധം നടക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസ്ലി ആയിരുന്നു. അന്നത്തെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. ഓക്കെ. ഇനി കോൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള 200 പേരടങ്ങിയ ഒരു പ്രത്യേക സൈന്യത്തെ തന്നെ എന്തായിരുന്നു? പഴശ്ശിയെ പിടികൂടാൻ വേണ്ടിയിട്ട് വെല്ലസ്ലി രൂപവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. പഴശ്ശിക്കെതിരെ രണ്ടാം പഴശ്ശി യുദ്ധത്തില് ആർതർ വെല്ലസ്ലി അല്ലെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാള മേധാവിയായ ആർതർ വെല്ലസ്ലി പഴശ്ശിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്, പഴശ്ശിയെ പിടികൂടാൻ വേണ്ടിയിട്ട് 200
ആളുകൾ അടങ്ങുന്ന 200 പേരടങ്ങിയിട്ടുള്ള കോൽക്കാർ എന്ന് പറയുന്ന ഒരു സംഘത്തെ ആര് നിയോഗിച്ചു? വെല്ലസ്ലി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ കലാപകാരികളെ അവരെ ഒരിക്കലും വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഈ ഒരു ഇത്തരം കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യപ്പെട്ടു? വയനാടിന്റെ അപ്പുറത്തേക്ക് നീണ്ടുപോകാൻ അവരെ ഇത് എന്താ ചെയ്തില്ല, അവരെ അനുവദിച്ചില്ല. അങ്ങനെ 1805 നവംബർ 30 ഓർത്തിരിക്കുക, 1805 നവംബർ 30 വയനാട്ടിലെ പുൽപ്പള്ളിക്ക് സമീപം മാനന്തവാടി മാവിലാം തോട്ടിൽ വെച്ച് പഴശ്ശിരാജ് എന്ത് ചെയ്യാണ്? വീരചരമം പ്രാപിക്കുകയാണ്. പഴശ്ശിരാജയുടെ വീരചരമത്തെ കുറിച്ച് ഇന്നും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചു, അത് എന്താണ്? 1805 നവംബർ 30 എന്നറിയാം. അതേപോലെ തന്നെ അത് വയനാട്ടിലെ പുൽപ്പള്ളിക്ക് സമീപമുള്ള മാനന്തവാടിയിലെ മാവിലാം തോട്ടിൽ വെച്ചിട്ടാണ് എന്നുള്ളതും എന്താണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പഴശ്ശിയുടെ മരണത്തെക്കുറിച്ച് അത് പല രീതിയിൽ ഷൂട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രചരണങ്ങളുണ്ട്. അപ്പം അത് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും 1805 നവംബർ 30 പഴശ്ശിരാജയുടെ വീരചരമത്തോട് കൂടിയിട്ട് ഈ വിപ്ലവത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ പഴശ്ശി കഥ അല്ലെങ്കിൽ പഴശ്ശി യുദ്ധം, പഴശ്ശി കലാപം എന്ത് ചെയ്യപ്പെട്ടാണ്? ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുപോലുള്ള നമുക്ക് കൂടുതൽ ക്ലാസ്സസ് നമ്മുടെ കേരളത്തിലെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകൾ തുടരും. ഇനി അങ്ങോട്ട് നമ്മുടെ കുറിച്യ കലാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പാട്ടായിട്ട് വീഡിയോസ് ഇടും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? കമന്റ് ത്രൂ നമ്മൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ലേണിംഗ്.